ഏതു മേഖലയിലും നമുക്കറിയാം ഇതുവരെ 12ഓളം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധം വ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ ഏഷ്യൻ തീരത്തെ കൂടി ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ കടന്നു വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇനി ഓരോ നിമിഷവും നിർണായകമാണ്. ഇറാന്റെ തിരിച്ചടി ഏത് നിമിഷവും സംഭവിച്ചേക്കാം എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇറാന്റെ സംഘർഷത്തിനിടയിലാണ് ഇപ്പോൾ മൊജ്തബ ഹുസൈനി ഖമനേയി, അതായത് നേരത്തെ കൊല്ലപ്പെട്ട ഖമനേയിയുടെ അവിടുത്തെ പരമോന്നത നേതാവ് ഖമനേയിയുടെ മകനാണ് മൊജ്തബയെ അവിടുത്തെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ നേതാവിനെയും വധിക്കും, മൊജ്തബയെ ഹുസൈനിയെയും വധിക്കുമെന്ന ഭീഷണി ഇസ്രായേൽ മുഴക്കുന്ന പശ്ചാത്തലമാണ്. അതായത് ആരെയും പരമോന്നത നേതാവായി തെരഞ്ഞെടുത്താലും ഇറാൻ ആരെ നിയമിച്ചായും ആ നേതാവിനെയും തീർത്ത് കളയുമെന്നാണ് ഇസ്രായേലിൻ്റെ ഭീഷണി. കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമനയുടെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ മകനെ ഇറാൻ്റെ വിദഗ്ധ സമിതി അസംബ്ലി ഓഫ് എക്സ്പേർട്സ് തെരഞ്ഞെടുത്തു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും നാടകീയ നീക്കവുമായി ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിരൂക്ഷമായ ഭാഷയിലാണ് ഈ ഭീഷണി ഉണ്ടാകുന്നത്. ഇസ്രായേലിനെ നശിപ്പിക്കാനും അമേരിക്കയെയും സ്വന്തം ലോകത്തെയും ഭീഷണിപ്പെടുത്താനും ഇറാനിയൻ ഭരണകൂടം ആരെ നിയമിച്ചാലും അയാൾ വധിക്കപ്പെടുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പേര് പ്രശ്നമല്ല, ഒളിച്ചിരിക്കുന്ന സ്ഥലം പ്രശ്നമല്ല, ഇതൊന്നും തടസ്സമല്ല എന്നും പറയുന്നു. ഞങ്ങളുടെ ഏജൻസിയായ മൊസാദിന് എവിടെ ചെന്ന് ആരെ വധിക്കാനുമുള്ള സംവിധാനമുണ്ട് എന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് കാർത്തിക്, ഇത്തരത്തിൽ മൊജ്തബ എവിടെയാണെന്ന് അറിയില്ല, ആക്രമണത്തിൽ കൊല്ലപ്പെട്ടോ എന്ന് തന്നെ നമുക്ക് വ്യക്തമല്ല. പക്ഷേ മൊജ്തബ അവിടുത്തെ പരമോന്നത നേതാവാകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായ പശ്ചാത്തലമുണ്ട്. നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇനിയും ആക്രമണങ്ങൾ തുടരും ഇസ്രായേലിലേക്ക് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ്, ഇറാനിലേക്ക് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇസ്രായേൽ നൽകുന്നത്. രഞ്ജിത്ത്, സ്വാഭാവികമായും കേവലം ഒരു ആക്രമണത്തിനപ്പുറമുള്ള ലക്ഷ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉണ്ട്. അത് ഇറാനിൽ ഒരു ഭരണമാറ്റം തന്നെയാണ്. നിലവിലുള്ള തിയോക്രാറ്റിക് ഭരണം, ആ ഭരണം മാറി മറ്റൊരു ഭരണം, അമേരിക്കയുടെ ഇച്ഛാനുസരണം പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇസ്രയേലിനും അമേരിക്കയ്ക്കുമുണ്ട്. അതുതന്നെയാണ് ഇസ്രയേൽ ഇക്കാര്യത്തിൽ ആക്രമണം കടുപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും. അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട ശേഷവും പിൻഗാമിയെയും കൊല്ലപ്പെടുത്തും എന്ന തരത്തിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ അത് വ്യക്തമാക്കുന്നത് ഇറാനിൽ ഒരു റിജൈം ചേഞ്ച്, അതിൽ കുറഞ്ഞൊരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഇസ്രയേൽ കണക്ക് കൂട്ടുന്നു. ആ കണക്ക് കൂട്ടലിനൊപ്പം തന്നെയാണ് US ഉള്ളത്. പക്ഷേ അവർക്ക് സമാന്തരമായി ആരെ കൊണ്ടുവരും എന്ന കാര്യത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ കൃത്യമായ ഒരു കണക്ക് കൂട്ടലില്ല. കാരണം റസാ പഹ്ലാവി അടക്കമുള്ളവർക്കായിരുന്നു അമേരിക്ക ആദ്യഘട്ടം മുതൽ പിന്തുണ നൽകിയിരുന്നത്. പക്ഷേ ആ രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ, വലിയൊരു വിഭാഗം ജനതയുടെ പിന്തുണ ഇത്തരത്തിൽ റസാ പഹ്ലാവിക്ക് ഇല്ല. അതാണ് അവരെ ആശങ്കപ്പെടുത്തുന്നത്. സ്വാഭാവികമായും അത്തരം ഒരു സാഹചര്യത്തിൽ ഭരണമാറ്റം എങ്ങനെ സാധ്യമാകും എന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. ഏത് തരത്തിലും ആയത്തുള്ള അലി ഖമനേയിക്ക് ക്ലറിക്കുമാർ തിരഞ്ഞെടുക്കുന്ന ഒരു മുതിർന്ന പുരോഹിതനെ ഇത്തരത്തിൽ അവിടേക്ക് കൊണ്ടുവന്നാലും അത് എത്രത്തോളം ഇസ്രയേലും അമേരിക്കയും അംഗീകരിക്കും എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ്. അത് അംഗീകരിക്കാനുള്ള സാധ്യതയും കുറവാണ്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ അനുസരിച്ച് രഞ്ജിത്ത്, ചൈന ഇക്കാര്യത്തിൽ ശക്തമായ ഒരു ഇടപെടൽ ഈ 6ാം ദിവസം നടത്തിയിരിക്കുന്നു. അതായത് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇപ്പോൾ ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഫോണിലായിരുന്നു ഈ ചർച്ച. ഈ സംഭാഷണത്തിൽ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഈ സംഘർഷം രൂക്ഷമാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഇടപെടലിനുള്ള സമയമായി. അതിന് എന്ത് തരത്തിലുള്ള ഇടപെടലിനും ചൈന സന്നദ്ധമാണ്. സൗദി അറേബ്യ ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കണം. ഒരു ചൈനീസ് എൻവോയെ, ചൈനയുടെ പ്രത്യേക പ്രതിനിധി സംഘത്തെ ഈ ആവശ്യത്തിന് മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ തയ്യാറാണ് എന്നുകൂടി ചൈനയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നു. അപ്പോഴും ആക്രമണം കടുപ്പിക്കുകയാണ് ഇറാൻ. ഇറാഖിലും 4 സ്ഫോടനമുണ്ടായി എന്നത് വിവരങ്ങൾ പുറത്തുവരുന്നു. കുർദിസ്ഥാൻ മേഖലയിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അറാബാദ്, സാർക്കോയ്സ്, സുർദാഷ് പ്രവിശ്യകളിലാണ് സ്ഫോടനം. ഈ മേഖലകൾ ഇറാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളാണ്. മാത്രമല്ല ഇറാൻ വിരുദ്ധ സായുധ സംഘങ്ങൾ ഉള്ള മേഖല കൂടിയാണ്. ഇറാഖിലെ ഇറാനിയൻ കുർദിഷ് സായുധ സംഘമായ കുർദിസ്ഥാൻ ടോയിലേഴ്സ് അസോസിയേഷനെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം എന്ന തരത്തിൽ കൂടി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ബഹ്റിൻ കേന്ദ്രീകരിച്ചും ആക്രമണം ഉണ്ടായിരുന്നു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ക്രോപ്സ് ബഹ്റിനിലെ ഒരു ആമസോൺ ഡാറ്റോ സെന്ററിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചിരുന്നു. ഇക്കാര്യം ആദ്യം ഫാർസ് ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയും ചെയ്തു. എന്തായാലും ആക്രമണം കൂടുതൽ കലുഷിതമാവുകയാണ്. ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം
1445 പിന്നിട്ടിരിക്കുന്നു. പുറത്തു വരുന്ന കണക്കുകൾ മാത്രമാണിത്. ഒരുപക്ഷെ അവിടെ സാഹചര്യങ്ങൾ അതിരൂക്ഷമായിരിക്കാം. എന്തായാലും ലെബനനിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഏകപക്ഷീയമായ ഒരു ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ അപ്പോഴും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന് ഇസ്രയേൽ പരസ്യമായി തന്നെ വ്യക്തമാക്കിയതുമാണ്. എന്തായാലും ബെയ്റൂട്ടിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ബെയ്റൂട്ടിലെ എയർപോർട്ട് ഹൈവേയിലാണ് ആക്രമണം നടന്നത്. ഏതായാലും UN റെഫ്യൂജി ഏജൻസിയുടെ കണക്കനുസരിച്ച് ഈ സംഘർഷങ്ങൾ തുടങ്ങി ആദ്യ 2 ദിവസം മാത്രം ഏതാണ്ട് 1 ലക്ഷം ആളുകൾ ടെഹ്റാൻ വിട്ടുപോയി. ലെബനനിൽ നിന്ന് ഏതാണ്ട് 58,000 പേർ വിവിധ സ്ഥലങ്ങളിൽ അഭയം തേടി. ഇത്തരത്തിൽ ടെഹ്റാനിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണം തുടരുന്നു. പല സ്ഥലങ്ങളിലും ടെഹ്റാനിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ശക്തമായ ആക്രമണം തന്നെയാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 19th വേവ് ഓഫ് അറ്റാക്ക് തുടങ്ങി എന്ന ഇറാനും ഈ കപ്പൽ മുക്കിയ ശേഷം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് വരും മണിക്കൂറുകളിലും സംഘർഷഭരിതമായിരിക്കും സാഹചര്യം. അത് ഇസ്രയേലും ഇറാനും നേരിട്ട് മാത്രമല്ല, ഇറാന്റെ പ്രത്യാക്രമണം മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും കടുപ്പിക്കും വരും മണിക്കൂറുകളിൽ എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും നിർണായകമായ മണിക്കൂറുകളാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം അത് ഏഷ്യൻ മേഖലയിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.